നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ 3 ബന്ദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സഹിക്കാനാവാത്ത ദുരന്തം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നുന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രായേലിൽ വ്യാപക പ്രതിഷേധം ശക്തമാകുകയാണ്. ഗാസയിൽ ഹമാസ് പോരാളികളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് 3 ബന്ദികളെ വെടിവെച്ച് കൊന്നതെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വെളിപ്പെടുത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഷജയ്യയിൽ യുദ്ധത്തിനിടെ IDF അതായത് ഇസ്രായേൽ പ്രതിരോധ സേന 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് പോരാളികളാണെന്ന് തെറ്റിദ്ധരിച്ചു. തൽഫലമായി സൈന്യം അവർക്ക് നേരെ വെടിയുതിർത്തു. അവർ കൊല്ലപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് എല്ലാ സൈനികരെയും അറിയിച്ചു. ദാരുണമായ സംഭവത്തിൽ അഗാധമായി പശ്ചാത്തപിക്കുന്നു എന്നാണ് IDF അറിയിച്ചിരിക്കുന്നത്. ബന്ദികളുടെ മരണത്തെ അസഹനീയമായ ദുരന്തമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുകയുണ്ടായി. ഇസ്രായേൽ ജനതയ്ക്കൊപ്പം ഞങ്ങളുടെ 3 പ്രിയപ്പെട്ട പുത്രന്മാരുടെ വീഴ്ചയിൽ അഗാധമായ സങ്കടത്തിൽ ഞാൻ വിഷമിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഇത് ബുദ്ധിമുട്ടുള്ളതും താങ്ങാനാവാത്ത ദുരന്തവുമാണ് എന്നും നെതന്യാഹു ഹീബ്രു ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മുഴുവൻ ഇസ്രായേൽ രാജ്യവും അവർക്ക് വേണ്ടി വിലപിക്കും. ഈ ദുഷ്കരമായ സമയത്ത് എൻ്റെ ഹൃദയം ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതേസമയം ഹമാസ് ബന്ദികളാക്കി ഇസ്രായേൽ പൗരന്മാരെ വെടിവെച്ച് കൊന്നു ഇസ്രായേൽ സൈന്യം എന്ന ആ ഒരു വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയായിരുന്നു. എന്തായാലും പക്ഷെ അത് മനഃപൂർവ്വമല്ല എന്നാണ് IDF നൽകുന്ന വിശദീകരണം. വടക്കൻ ഗാസയിലെ ഷുജായിയയിലെ പോരാട്ടത്തിനിടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഹമാസ് നിയന്ത്രണത്തിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന 3 പേർ അവരാണ് ഈ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിനെത്തിയവരെന്ന് സംശയിച്ച് 3 പേർക്കെതിരെയും സേന വെടിയുതിർത്തു. പിന്നീടുള്ള പരിശോധനയിൽ ഇവർ നേരത്തെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരാണെന്ന് വ്യക്തമായി. ഒക്ടോബർ 7-ന് നിറാമിലെ തൊഴിൽ സ്ഥലത്ത് നിന്നായിരുന്നു ഹമാസ് ഇവരെ തട്ടിയെടുത്തത്. വെടിവെച്ച് കൊന്ന ശേഷം സംശയം വന്നതോടെ പരിശോധന നടത്തിയതെന്നും തിരിച്ചറിഞ്ഞതെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ബന്ദികളെ ഹമാസ് ഉപേക്ഷിച്ചതാകാമെന്നും അതല്ല ഓടി രക്ഷപ്പെട്ടതാകാനും സാധ്യതയുള്ളതായി ഹാരി വ്യക്തമാക്കി. സംഭവത്തിൽ ഇസ്രായേൽ സൈന്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും ദുഃഖകരമായ സംഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം ഷുജായിയയിൽ ഒളിയാക്രമണത്തിൽ 10 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇവിടെ ഇപ്പോഴും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സാമിർ അബൂ ധാഗയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ ഫർഹാന സ്കൂളിൽ നിന്ന് ഫലസ്തീനികൾക്ക് നേരെയുള്ള ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.